നിന്നുമെന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന വിവാഹനാളിൽ ഏദനിൽ ധ്വനിച്ച ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ മായ വിശുദ്ധ വിവാഹ ശുശ്രൂഷ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സന്തോഷത്തോടുകൂടി മുടക്കഴ സെൻറ് തോമസ് മാർത്തോമ ഇടവകയിലേക്കും വിശുദ്ധ കൂദാശയിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ കൂദാശയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട വെരി റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു അച്ഛനും ഈ ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ സാംസനം ജേക്കബ് അച്ഛൻ, വധുവിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് സി മാത്യു അച്ഛൻ, ഇടവ അംഗം എം എൻ തോമസ് അച്ഛൻ, ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ കുദാശയിലേക്ക് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലയിടത്തുനിന്നും വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കലൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രാർത്ഥനയോടുകൂടി ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. 2 ഭാഗങ്ങളായി ശുശ്രൂഷ നടത്തപ്പെടുന്നു. 1-ാം ഭാഗം മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയും 2-ാം ഭാഗം കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയും. അവസാനം ഗായക സംഘം മംഗളഗാനം പാടി പൂർത്തീകരിച്ച ശേഷം മാത്രമേ ദൈവാലയത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോകാവൂ എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ആദ്യോടൊന്നും പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രശ്നിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടണമേ. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഓശോ വബ്കുൽ സുബ്ഹാനൽ വൽമീൻ. ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ, തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേടിക്കാറ്റ് തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം പ്രിയൻ വന്ദ്യൻ വാനോർ ഭൂവാസികൾ വന്നേ ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം
ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാ ആകേണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹമായ കർത്താവേ, ഞങ്ങളുടെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമാസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും പിശാചുക്കളുടെ അടിമയിൽ അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തന്റെ മക്കളുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമർത്ഥ്യമുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മുറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അടിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധി നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കന്യാവൃതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവയും അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാറിൽ നിന്നും ശ്രേഷ്ഠ നിലവിളകളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ നീ യോഗ്യതരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ.
നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മണവാളിനും മണവാട്ടിയും തോഴ്മക്കാരും ഒഴികെ ജനങ്ങൾക്ക് ഇപ്പോൾ ശാന്തമായി ഇരിക്കാവുന്നതാണ്. നിന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും നിന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ ശ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യവിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഈ സഖാക്കിന്റെ റിബക്കായുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളിനെ തൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിവാഹത്തിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരും മനുഷ്യരിൽ നിന്നും ദൈവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടിലവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായി ഇരിപ്പാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവർ മേലും തന്റെ നന്മകളും വാഴുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീബായാലി മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധയുമായ ദൈവമേ, എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴുമില്ല ഇപ്പോഴും തന്നെ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടും.
പരിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിനാൻ മാംസം രക്തം ഇട്ടു തങ്ങൾ വീരലിന്മേൽ മണവാളൻ തൻ സൂര്യനൊപ്പം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്ന സകലവും തുല്യം നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലം 130 160 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീവ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന തിന്മപ്പെട്ടവൾ അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഒന്നാം ഭാഗം മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ മണവാട്ടിയുടെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് സി മാത്യു അച്ഛൻ മണവാളിനും മണവാട്ടിക്കുമുള്ളതായ ആശംസ അറിയിക്കുന്നത് അത്ര. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാം. തോഴ്മക്കാർക്കും അവിടെ സ്ഥലമുള്ളിടത്ത് നോക്കിയിരിക്കാവുന്നതാണ്. ഏറ്റവും ബഹുമാനമുള്ള വെരി റവറൻ ഈശോ മാത്യു അച്ഛൻ, ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഈ വിശുദ്ധ വിവാഹത്തിൻ്റെ കുദാശയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, മണവാളനും മണവാട്ടിയുമായിരിക്കുന്ന ബ്രയൻ ആൻഡ് നീതു, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. പ്രാധാന്യവും അറിയിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ് വിശുദ്ധ വിവാഹം എന്ന കൂദാശ. അങ്ങനെ ദൈവം ഒരുക്കുന്ന അനുഗ്രഹീതമായ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബ്രയനെയും നീതുവിനെയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ജലഹള്ളി എബനേസർ മാർത്തോമ ഇടവകയുടെ നാമത്തിലുള്ള പ്രത്യേകമായ ആശംസയും വികാരി എന്ന നിലയിൽ രണ്ടുപേർക്കും അവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നൽകുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നീതു എബനേസർ ഇടവകയുടെ വളരെ സജീവ അംഗമാണ്. അവരുടെ മാതാപിതാക്കൾ, സഹോദരൻ എല്ലാവരും. നീതു പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു യുവജന സഖ്യ അംഗമാണ്. സൺഡേ സ്കൂൾ ടീച്ചറാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല മാതൃകയും ശ്രേഷ്ഠതയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥതയും സിൻസിയാരിറ്റിയും ഒക്കെയുള്ള നല്ല ഗുണമുള്ള പ്രത്യേകതയുള്ള ഒരു സ്വഭാവമാണ് നീതുവിൻ്റെത്. അത് കുടുംബജീവിതത്തിലും ഏറെ അനുഗ്രഹമായി തീരട്ടെ, നന്മയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രയനെയും എനിക്ക് പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ചെറിയ സെഷനിലൊക്കെ പങ്കെടുക്കുന്നതിന് സാധിച്ചു. ബ്രയനും അത്തരത്തിൽ വളരെ സഭയോടും ഇടവകയോടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന, എന്നാൽ വളരെ കാമായി എല്ലാ കാര്യങ്ങളെയും ഗ്രഹിച്ച് മനസ്സിലാക്കി സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവരുടെ കുടുംബജീവിതം, ലെറ്റ് us hope and pray, it's a perfect match. ദൈവത്താൽ ചേർക്കപ്പെടുന്ന അനുഗ്രഹമുള്ള നല്ല ഒരു കുടുംബജീവിതമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ വിവാഹത്തോട് വളരെ വ്യത്യസ്തമായ മനോഭാവത്തോടു കൂടി കാണുന്ന ഒരു കാലഘട്ടമാണ്. അല്പം ഭയം, അല്പം സംശയം, അങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നവരുണ്ട്, അതിനോട് അല്പം വിരക്തി കാണിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും സമീപിക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് ഈ ഏറ്റവും പാവനമായ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
അതുകൊണ്ട് ദൈവമാണ് മണവാളനും മണവാട്ടിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ് ഇതിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ള ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റായിട്ടാണ് കുടുംബത്തെ കാണേണ്ടത്. എന്നാൽ ഇന്ന് അതിനെ സമീപിക്കുന്നതിലുള്ള ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ആ റോളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനൊക്കെ മാറ്റം ഉണ്ടാകണം. മുമ്പ് ചെയ്തതേ ഞാൻ ചെയ്യുള്ളൂ, അതേ മനോഭാവത്തോടെ ഞാനെല്ലാം കാണത്തുള്ളൂ, അങ്ങ് ഞാൻ പഠിച്ചതുപോലെയൊക്കെ ചെയ്യുള്ളൂ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന രീതിയിൽ കടുംപിടുത്തത്തോടു കൂടിയല്ല. വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്സ് ഇൻ എവറി റെസ്പെക്റ്റ്. തമ്മിലുള്ള ബന്ധത്തിലും, മറ്റുള്ളവരുടെ ബന്ധത്തിലും, കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിലും, പരസ്പരമുള്ള സ്നേഹത്തിലും, കരുതലിലും, ശുശ്രൂഷയിലും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. 2, സ്വഭാവമാണ്, ക്യാരക്ടർ. അത് ദൈവികമായ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള. ഇന്നു മുതൽ നിങ്ങൾ ഒരു മോഡലായി തീരണം. ദൈവത്തിൻ്റെ മുൻപാകെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടുള്ള നല്ല കുടുംബമായി തീരണം. ആശംസകളും നന്മകളും ബ്രയനും നീതുവിനും നേരുന്നു. ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു കുടുംബജീവിതമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. കൃപയാൽ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമുരുകി കരയുന്നോരേ, കൃപയിൻ പാരിൽ ഉറങ്ങുന്നവനേ, അനുഗ്രഹമാരി അയക്കണമേ. മക്കളിവർക്കായി താഴ്വുകളേ. മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീ നാഥ. സോദരി വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമുരുകി കരയുന്നോരേ, കൃപയിൻ പാരിൽ ഉറങ്ങുന്നവനേ, അനുഗ്രഹമാരി അയക്കണമേ. മക്കളിവർക്കായി താഴ്വുകളേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. രണ്ടാം ഭാഗം കിരീടം വഴവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാത്രേ. ക്രൂശ് അടയാളത്താൽ തലകളിൽ കിരീടം വാഴ്ത്തുമ്പോൾ ക്രൂശ് രക്ഷയുടെയും സഹനത്തിൻ്റെയും പങ്കിടലിൻ്റെയും സ്നേഹത്തിൻ്റെയും സിമ്പലാണല്ലോ. അനുഗ്രഹീതമായ കുടുംബജീവിതം അപ്രകാരം നയിപ്പാൻ ഈ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും തോഴ്മക്കാരും എഴുന്നേൽക്കാം. ജനങ്ങൾക്കിരിക്കാവുന്നതാണ്. ഏവങ്കേലിയോൻ വായിക്കുന്ന സമയം എല്ലാവരും എഴുന്നേൽക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിലും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവ്വവിശുദ്ധന്മാരെ വാഴ്ത്ത സഭയുടെ ആശീർവാദ ഗാനം പാടുമ്പോൾ പട്ടക്കാരൻ കുരിശു വരയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി മണവാളിനും മണവാട്ടിയും കുരിശു വരച്ച് വണങ്ങേണ്ടതാണ്. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. കൃപ ചെയ്യണമേ നീ. ആദം ഹവ്വ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ഔസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുരമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ഒന്നായി തീർന്നിരിക്കുന്ന ഇതിന്റെ അടിയാരെ നിലദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീയ കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധയുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസനെ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. രാജൻ ബലത്താൽ സന്തോഷിക്കും. തവ രക്ഷയിൽ അവനേറ്റം ബോധിക്കും.
ശിരസിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതരാക്കി തീർക്കണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസന ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യുന്നതിന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിക്കും ബഹുമാനവും വന്ദനവും നീക്കുമായിരിക്കുന്നു. ഹോശോ ലബകുൽ സുബാ ലബോൽ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇടവുകയും അവർണ്ണനീയമായ തൻ്റെ കരുണയുടെയും അപരിമയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരാ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചെറിയൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോട് രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന വഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്കും നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തെ കണ്ടെത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവിടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റുകൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം രാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ബാരിക്കുമോ. എന്ന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുകയും
വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിൻ്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മധുവായുടെ മുൻപാകെ തങ്ങളുടെ കഴുത്തുകളെ ഉണക്കിയിരിക്കുന്ന നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്കായി ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണിമറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെയും ഇവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലത് ഭാഗമാറാകണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീഹന്മാരുടെ ഉടയവന് സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളുടെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മിശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായാലും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. സഹോദരരെ, നാം മുടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോയിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യരാക്കണമേ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ നമ്മുടെ രക്ഷിക്കാതെ തന്നെ അനുഗ്രഹം എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാനി വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. വനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. അതിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയ മനവരെയും സന്തോഷിപ്പിക്കാം. ഒരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷ
രക്ഷകൻ നീതേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്രവിശുദ്ധാത്മനു സ്തോത്രം പാടിടുവിൻ. അതിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണ്ണവാട്ടി ശിരസിന്മേൽ കഹന ചുട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹത്വ അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നീ കരയേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി ഉറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് സകല ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് സ്തുതി കരേറ്റുകയും ചെയ്യണം. ഹോശോ ബികുൽ സുബ്ഹാനൽ ും
സ്നേഹം വേദിച്ചോരേ അടിമേൽ നിന്നോട് ചോദ്യങ്ങളായി വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ, ശ്ലീവായുടെ മുൻപാകെ, വിശുദ്ധ എവങ്കേലിയോന്റെ മുൻപാകെ, ഈ യോഗത്തിന്റെ മുൻപാകെ, ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല അറിയുന്നവന്റെ മുൻപാകെ മാത്രമേ നിൽക്കുന്നതാ എന്ന് കരുതിക്കൊള്ളുവേൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യാവുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരോരോന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് അവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനിനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശുദ്ധരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീതു, പ്ലീസ് കം ഫോർവേഡ്. മുമ്പോട്ട് വന്നിട്ട് ബ്രയൻ ആൻഡ് നീതു, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ എ ഗ്രേറ്റ് പ്രിവിലേജ്. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ പദവിയും ഉത്തരവാദിത്വമാണ് ക്രിസ്തീയ കുടുംബജീവിതം. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ഏറെ ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. മുടക്കഴ സെൻറ് തോമസ് മാർത്തോമ ഇടവക നിങ്ങൾക്ക് നൽകുന്ന ഏറെ വിലപിടിപ്പുള്ള ഒരു സമ്മാനം വിശുദ്ധ വേദപുസ്തകമാണ്, ദ ഹോളി ബൈബിൾ. കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ആലോചനകളും നിറഞ്ഞതാണ് വിശുദ്ധ വേദപുസ്തകം. രാവിലെയും വൈകിട്ടും വിശുദ്ധ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച്
അതിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതം കെട്ടുപണി ചെയ്യേണ്ടത് ഏറെ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വേണം. പണം, സമയം, കഴിവ് ഇവ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റ്യൂവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അവരെ ദൈവഭക്തിയിലും സഭാ സ്നേഹത്തിലും നീതിബോധത്തിലും നിങ്ങൾ വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അവസാനത്തെ ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇവിടെ ഈ വിശുദ്ധ കൂദാശ പൂർണ്ണമാകുന്നു. ഈ അനുഗ്രഹീതമായ കൂദാശയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വന്യവികാരി ജനറൽ ഡോക്ടർ ഈശോ മാത്യു അച്ഛനോടും ചേർന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സെക്രട്ടറിയും ഇടവകയുടെ മുൻ വികാരിയുമായ ഡോക്ടർ സാംസനം ജേക്കബ് അച്ഛൻ, മണവാട്ടിയുടെ വികാരിയായിരിക്കുന്ന ജേക്കബ് സി തോമസ് അച്ഛൻ, ഈ ഇടവാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം തോമസ് അച്ഛൻ, ചേർന്ന് ശുശ്രൂഷിക്കുന്ന നിർത്തിയ ശുശ്രൂഷകർ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതായ ഗായക സംഘം, പ്രിയപ്പെട്ടവർ എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും സ്തോത്രകാഴ്ച സമർപ്പിക്കുകയും വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കുകയും ചെയ്യും. രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഓരോ ആളുകൾ മുമ്പോട്ട് വന്ന് സാക്ഷികളായിട്ട് ഒപ്പുവെക്കേണ്ടതുമാണ്. താഴെയുള്ളതായ 2 ഹാളുകളിലാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ തൊട്ടു താഴെ സൺഡേ സ്കൂൾ ഹാളുണ്ട്. അത്യാവശ്യമായി പോകേണ്ടവർക്ക് അവിടെ ബുഫേ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം അവിടെ പങ്കെടുത്ത് പോകാവുന്നതാണ്. താഴെ ഉള്ളതായ മെയിൻ ഓഡിറ്റോറിയത്തിലാണ് തുടർന്നുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരെയും വീട്ടുകാർക്ക് വേണ്ടി അവിടേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആലപിക്കും. അതിനുശേഷം മാത്രമേ എല്ലാവരും ദൈവാലയം വിട്ടു പോകാവൂ എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒളിയായി നിറയാം ഒരു കുടുംബമായി ശാരോനിലെ അണിനീക്കണം സ്നേഹമായി ഒരു തേനിൻ ഭവനം സ്നേഹമായി ഒരു തേനിൻ ഭവനം സ്തുതിയായി ലയമായി അനവരനം പാടാം സ്തുതിയായി ലയമായി അനവരനം പാടാം.
ഭാഗം ആശംസകൾ സ്നേഹത്തിൻ ത്യാഗത്തിൻ മണിവീണമേറ്റാൻ പ്രാർത്ഥനയാൽ നിറയുന്നൊരു മംഗളഗാനം മംഗളമേകുന്നു ഇന്നീ ദിനം സന്താന സൗഭാഗ്യം ഈശ്വരീകത്തെ മംഗളമേകുന്നു ഇന്നീ ദിനം സന്താന സൗഭാഗ്യം ഈശ്വരീകത്തെ കനിയാകാൻ ഫലമേക ആശീർവാദങ്ങൾ മാതൃകയായി തീരാൻ പ്രാർത്ഥനകൾ എന്നും ആ ആ ആ ഓ ഓ ഓ
you.